ഹൈ ഓൾ. കോർപ്പറേറ്റ് റെഗുലേഷനിലെ 1-2 ടേംസ് കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മളതൊരു ചെറിയ വീഡിയോ ആക്കിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്ന കമ്പനി ഫോർമേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്ന ഒരു 2-3 ടേംസാണ്. അപ്പോൾ അതിൽ വരുന്നതൊന്നാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ്. അപ്പോൾ ഇത് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു കമ്പനിക്ക് ബേസിക്കായിട്ട് 3 ഡോക്യുമെൻറ്റ്സ് ആണ് ഉണ്ടാവുക. ഒന്ന് അതിൻ്റെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനാണ്, അതായത് അതിൻ്റെ മാഗ്ന കാർട്ട ഓഫ് എ കമ്പനി എന്ന് പറയാം. ആൻഡ് രണ്ടാമത്തത് ആർട്ടിക്കിൾസ് ആണ്, മൂന്നാമത്തത് പ്രോസ്പെക്ടസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഈ കമ്പനിയുടെ റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുന്നത്, അതായത് നമ്മളിപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത് പോലെ ഒരു കമ്പനിയുടെ റൈറ്റ്സും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും മുഴുവനും ഈ 2-3 ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിൾസിലും പ്രോസ്പെക്ടസിലും പറയുന്ന എല്ലാ കാര്യങ്ങളും കമ്പനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതിനപ്പുറത്തേക്ക് കമ്പനി എന്തെങ്കിലും ഒരു ആക്ട് നടത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അൾട്രാ വൈറസ് എന്ന് വിളിക്കാം. ഓക്കെ, അതായത് ജനറലി ഒരു കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഒരു കമ്പനി എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ പറയുന്ന ആക്ടിവിറ്റീസൊക്കെ അത് നടത്താൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾസിലും മെമ്മോറാണ്ടത്തിലും പറയുന്ന എല്ലാ കാര്യങ്ങളും പെർഫോം ചെയ്യാനുള്ള പവേഴ്സ് ആർക്കുണ്ട്? കമ്പനിക്കുണ്ട്. അതിന് മുകളിലായിട്ട് ഇൻ എക്സസ് ഓഫ് ദാറ്റ്, ആ ഒരു ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് കമ്പനി എന്തെങ്കിലും ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസിഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മൾ പറയുന്നതിന് വിപരീതമായിട്ട്, അല്ലെങ്കിൽ കമ്പനീസ് ആക്ടിലോ അതുപോലെ ആർട്ടിക്കിൾസിലോ മെമ്മോറാണ്ടത്തിലോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ടോ അതിനേക്കാളും കൂടുതലോ കമ്പനി എന്തെങ്കിലും ഒരു ആക്ട് നടത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇതിനകത്ത് അൾട്രാ വൈറസ് ഏതൊക്കെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 രീതിയിലുള്ള അൾട്രാ വൈറസ് ആണ് വരാറുള്ളത്. അതിലൊന്ന് അൾട്രാ വൈറസ് ഓഫ് ദ കമ്പനീസ് ആക്റ്റാണ്, രണ്ടാമത്തേത് മെമ്മോറാണ്ടം അൾട്രാ വൈറസ് ആണ്, പിന്നെ വരുന്നത് ആർട്ടിക്കിൾസിൻ്റെ അൾട്രാ വൈറസ് ആണ്. ഓക്കെ, അപ്പോൾ അൾട്രാ വൈറസ് ഓഫ് ദ കമ്പനീസ് ആക്ട് എന്ന് പറയുമ്പോൾ, അതായത് കമ്പനീസ് ആക്ടിന് കോൺട്രറി ആയിട്ട് അല്ലെങ്കിൽ കമ്പനീസ് ആക്ടിൽ പറഞ്ഞതിനേക്കാളും കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കമ്പനി ചെയ്യുന്നുണ്ട് എങ്കിൽ, അപ്പോൾ അത് നമ്മുടെ ആക്ടിന് വോയിഡായിട്ട്, അതായത് ആക്ടിൽ പറഞ്ഞതിൻ്റെ പോലെ ചെയ്യാണ്ട് വേറെ രീതിയിൽ ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അൾട്രാ വൈറസ് ഓഫ് ദ കമ്പനീസ് ആക്ട് എന്ന് വിളിക്കുക. അപ്പോൾ അത് എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നിയമത്തിനെതിരായിട്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതെന്തായി മാറും? അതൊരു വോയിഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിട്ട് മാറും. അപ്പോൾ അതിനുള്ള പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കമ്പനി ബിയർ ചെയ്യേണ്ടി വരും. ഇനി രണ്ടാമത്തെ വരുന്നത് അൾട്രാ വൈറസ് ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനാണ്. അപ്പോൾ കമ്പനിയുടെ ഒബ്ജക്റ്റ് എന്താണെന്നുള്ളതൊക്കെയാണ് കൃത്യമായിട്ട് നമ്മുടെ മെമ്മോറാണ്ടത്തിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആ ഒബ്ജക്റ്റിന് കോൺട്രറി ആയിട്ട് കമ്പനി എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ അത് മെമ്മോറാണ്ടത്തിൻ്റെ അൾട്രാ വൈറസ് ആയിട്ട് വരും. അപ്പോൾ ആ ചെയ്തിരിക്കുന്ന കാര്യവും ഈ പറഞ്ഞ പോലെ വോയിഡായിട്ട് മാറും. അപ്പോൾ ഈ അൾട്രാ വൈറസ് റൂൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കമ്പനീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല, കമ്പനിയിലെ ഇൻവെസ്റ്റേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും ഗവൺമെൻറ്റിനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വെപ്പണാണ് ആക്ച്വലി അൾട്രാ വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ അൾട്രാ വൈറസ് അല്ലെങ്കിൽ അൾട്രാ വൈറസ് ഉണ്ടായി അല്ലെങ്കിൽ അത് തെളിഞ്ഞു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കമ്പനിക്കെതിരെ എന്ത് നടപടി എടുക്കാനും ആർക്ക് സാധിക്കും? കമ്പനീസ് ആക്ട് പ്രകാരമുള്ള എന്ത് നടപടി എടുക്കാനും ഗവൺമെൻറ്റിനോ അതിനുള്ള അപെക്സ് അതോറിറ്റിക്കോ പോസിബിളാണ്. അപ്പോൾ ഈ പറയുന്ന കമ്പനി വൺസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കുറേ പരിമിതികൾ വരും. അപ്പോൾ ആ പരിമിതികളെയാണ് ആക്ച്വലി നമ്മൾ എന്ത് വിളിക്കുക? അൾട്രാ വൈറസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പരിമിതിൻ്റെ മുകളിലോട്ട് കമ്പനി എന്തെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മളതിന് അൾട്രാ വൈറസ് ആക്ടിവിറ്റി എന്നാണ് പറയുക. ഇനി മൂന്നാമത്തെ വരുന്നത് അൾട്രാ വൈറസ് ഇൻ ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് എതിരായിട്ട് കോൺട്രറി ആയിട്ട് നമ്മളെ കമ്പനി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടത്തുകയാണെങ്കിൽ അതിന് നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ അൾട്രാ വൈറസ് എന്നാണ് വിളിക്കുക. അപ്പോൾ മേ ബി പറയുകയാണെങ്കിൽ ജനറൽ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആർട്ടിക്കിൾസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. വൺസ് ഇൻ എ ഇയർ ജനറൽ മീറ്റിംഗ് നടത്തണമെന്നോ അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ ഇയർ ജനറൽ മീറ്റിംഗ് നടത്തണമെന്നോ ഉള്ള കാര്യമൊക്കെ ആർട്ടിക്കിൾസിൽ സ്റ്റേറ്റഡ് ആയിരിക്കും. പക്ഷേ അതിന് വിരുദ്ധമായിട്ട് കമ്പനി ഒരു വർഷം ജനറൽ മീറ്റിംഗേ നടത്തുന്നില്ല വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ അതെന്തായി മാറും? ദാറ്റ് ഈസ് ആൻ ആക്ട് വിച്ച് ഇസ്
അൾട്രാ വൈറസ്, അത് അൾട്രാ വൈറസ് ആക്റ്റായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം ഒന്ന് ഓർത്ത് വയ്ക്കുക. മിക്കവാറും എക്സാമിന് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഡോക്ട്രീൻ ഓഫ് അൾട്രാ വൈറസ് എന്നുള്ളത്. ഓക്കെ, ഇനി അതിനകത്ത് ബാക്കിയുള്ളൊരു ടേം എന്ന് പറയുന്നത് പ്രോസ്പെക്ടസ് ആണ്. നമുക്ക് ഏകദേശം പ്രോസ്പെക്ടസിനെ കുറിച്ചുള്ള ധാരണയൊക്കെ ഉണ്ട്. പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പബ്ലിക് ഓഫർ നടത്തുന്ന ഒരു കമ്പനി ജനറൽ പബ്ലിക്കിന് അവരുടെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് കോളപ്പ് ചെയ്യാൻ വേണ്ടി അയക്കുന്ന ഒരു ഇൻവിറ്റേഷനാണ് നമ്മൾ എന്ത് വിളിക്കാം, പ്രോസ്പെക്ടസ് എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ ടു സബ്സ്ക്രൈബ് ഫോർ ദ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഷെയറോ ഡിബഞ്ചറോ സബ്സ്ക്രൈബ് ചെയ്യാൻ പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഇൻവിറ്റേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രോസ്പെക്ടസ് എന്ന് വിളിക്കുക. അപ്പം പ്രോസ്പെക്ടസ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് പ്രൊമോട്ടേഴ്സാണ് ആക്ച്വലി ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള സ്റ്റെപ്സൊക്കെ എടുക്കുക. ആൻഡ് പബ്ലിക് കമ്പനിക്ക് ജനറൽ പബ്ലിക്കിനെ എന്ത് ചെയ്യാൻ പറ്റും, ക്യാപിറ്റലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് അത് എന്ത് മുഖേനയാണ് ചെയ്യുക, അവർ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ ഒരു പബ്ലിക് കമ്പനിക്ക് പബ്ലിക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പബ്ലിക് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ പ്രോസ്പെക്ടസ് എന്ന് വിളിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടൻസ് എന്നുള്ളതൊക്കെ. അപ്പോൾ ആക്ച്വലി പ്രോസ്പെക്ടസ് പലതരത്തിലുള്ള പ്രോസ്പെക്ടസ് ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഏതൊക്കെയാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പ്രോസ്പെക്ടസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെയാണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. അപ്പോൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസ്പെക്ടസ് വിച്ച് ഡസ് നോട്ട് ഹാവ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഓൺ ദ പ്രൈസ് ആൻഡ് വോളിയൂം ഓഫ് സെക്യൂരിറ്റീസ് ഓഫേർഡ്. പൊതുവേ പ്രോസ്പെക്ടസിൽ കൊടുക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് എത്ര നമ്പർ ഓഫ് ഷെയർ ആണുള്ളത് ആൻഡ് അതിൻ്റെ പ്രൈസ് എത്രയാണ്, അങ്ങനെയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ടാവും. ഈ ബേസിക് കാര്യങ്ങൾ ഇല്ലാതെ ഇഷ്യൂ ചെയ്യുന്ന പ്രോസ്പെക്ടസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്തുണ്ടാവില്ല, കംപ്ലീറ്റ് ഇൻഫർമേഷൻ എബൌട്ട് ദ പ്രൈസ് ആൻഡ് വോളിയൂം ഓഫ് സെക്യൂരിറ്റീസ് ഓഫേർഡ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും, ബട്ട് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉണ്ടാവില്ല അതിനകത്ത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് വിളിക്കുക. പിന്നെ വരുന്നതാണ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്. അടുത്തൊരു ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസ് ആണ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസ്പെക്ടസ് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് തിങ്സ് that it can be too big for a company to print those large prospects and issue to the public. So what the company to do is that it make a summarized for prospectus by cutting out the unimportant content from the main prospectus and issue the summarized prospectus to the public. It include the content of memorandum. The objective of the prospectus is to be reduce expenses of the issue a detailed പ്രോസ്പെക്ടസ്. അപ്പോൾ ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ എന്താണ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്കറിയാം പൊതുവേ പ്രോസ്പെക്ടസിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് പ്രോസ്പെക്ടസിന് ഈ അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് മെമ്മോറാണ്ടം അതായത് പ്രോസ്പെക്ടസിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന കണ്ടൻസിനെ വളരെ സമ്മറൈസ് ചെയ്തിട്ട് ഇപ്പോൾ പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു പ്രോസ്പെക്ടസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ പറയുന്ന അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസിന് കൃത്യമായിട്ട് എന്തുണ്ടാവില്ല, ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവില്ല. അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ഒരുപാട് വലിയ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള കോസ്റ്റും അതേപോലെ അത് പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരുപാടുള്ള ടൈമും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കമ്പനീസ് ആക്ച്വലി കൊടുക്കേണ്ട കാര്യങ്ങളെ വളരെ ബ്രീഫ് ചെയ്തിട്ട് പ്രോസ്പെക്ടസിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് വിളിക്കുക. അതായത് കണ്ടൻസ് ചെയ്തിട്ട് ഏറ്റവും വേണ്ട കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ട് ഇഷ്യൂ ചെയ്യുന്ന പ്രോസ്പെക്ടസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് വിളിക്കുക. അതായത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും ഉണ്ടാവില്ല, അതിന് പകരം വളരെ ബ്രീഫ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ, അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസിനകത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി പ്രോസ്പെക്ടസ് ആണ്, ടു ബി ഫിൽഡ് വിത്ത് the registrar when the promoter raise capital from his friends and relatives without issue a detailed prospectus. അപ്പോൾ ഒരു കമ്പനി എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാം പ്രൊമോട്ടേഴ്സ് ആയിരിക്കും കമ്പനിയുടെ ഫണ്ട് റേസ് ചെയ്യാനും ക്യാപിറ്റൽ റേസ് ചെയ്യാനൊക്കെ മുമ്പിലുണ്ടാവുക. അപ്പോൾ ഈ പറയുന്ന പ്രൊമോട്ടേഴ്സിൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും തന്നെ ആ കമ്പനിയുടെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ വില്ലിങ് ആവുകയാണെന്ന് വിചാരിക്കാം. അതായത് കമ്പനിയുടെ മെജോറിറ്റി ഷെയറും പ്രൊമോട്ടേഴ്സിന് പരിചയമുള്ള ആൾക്കാർ തന്നെ
പർച്ചേസ് ചെയ്യാൻ റെഡി ആവുന്ന സമയത്ത് അവരൊരു ഡീറ്റെയിൽഡ് പ്രോസ്പെക്ടസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഒരു ടെമ്പററി പ്രോസ്പെക്ടസ് രജിസ്ട്രാറുടെ അടുത്ത് ഫയൽ ചെയ്യും. ആൻഡ് ദാറ്റ് പ്രോസ്പെക്ടസ്, ആ പ്രോസ്പെക്ടസ് വഴി ആയിരിക്കും അവരുടെ പബ്ലിക് ഇഷ്യൂ നടക്കുന്നുണ്ടാവുക. അപ്പോൾ ജനറൽ പബ്ലിക്കിന് ഈ സ്റ്റേറ്റ്മെൻറ്റ് ലീവ് ഓഫ് പ്രോസ്പെക്ടസ് കിട്ടണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഡീറ്റെയിൽഡ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാണ്ട് തന്നെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒരു കമ്പനിയുടെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ വില്ലിങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ടെമ്പററി പ്രോസ്പെക്ടസ് അവർ മേക്ക് ചെയ്യുകയും അത് രജിസ്ട്രാറിൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആക്ച്വലി പ്രോസ്പെക്ടസ് ഉണ്ടോ ചോദിച്ചാൽ യെസ്, ഓക്കെ പ്രോസ്പെക്ടസ് ഉണ്ട്, എന്നാൽ ഒരു ഡീറ്റെയിൽഡ് പ്രോസ്പെക്ടസ് അവിടെ ഉണ്ടാവുകയില്ല. അത് ജനറൽ പബ്ലിക്കിന് ചിലപ്പോൾ അവൈലബിൾ ആവണം എന്നുമില്ല. അങ്ങനത്തെ ഒരു പ്രോസ്പെക്ടസിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലീവ് ഓഫ് പ്രോസ്പെക്ടസ് എന്ന് വിളിക്കുക. പിന്നെ വരുന്നൊരു പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞൊരു ടേം ഇതിനകത്ത് യൂസ് ചെയ്യാറുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് എ പ്രോസ്പെക്ട് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ദി സെക്യൂരിറ്റീസ് ഓർ ക്ലാസ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻക്ലൂഡഡ് ദെറിൻ ആർ ഇഷ്യൂഡ് ഫോർ സബ്സ്ക്രിപ്ഷൻ ഇൻ one or more issues over a certain period without the issue of further prospectus. അപ്പോൾ ഈ ഒരു ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് തന്നെ പലതരം ഷെയറുകൾ ഇഷ്യൂ ചെയ്യാനുണ്ടെങ്കിൽ അതിനൊന്നിൽ കൂടുതൽ പ്രോസ്പെക്ടസ് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ അത് ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുകയാണ്, ഒരു സിംഗിൾ പ്രോസ്പെക്ടസിൻ്റെ ഉള്ളിൽ തന്നെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഷെയറിൻ്റെ ഇഷ്യൂ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള പ്രോസ്പെക്ടസിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് വിളിക്കാം. ദെൻ ഒരു കാര്യം കൂടി അതിനകത്ത് ബാക്കിയുള്ളത് കണ്ടൻസ് ഓഫ് പ്രോസ്പെക്ടസ് ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രോസ്പെക്ടസിനകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ കമ്പനി ഉണ്ട്, ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദ ഇഷ്യൂ, ആരാണ് ഇഷ്യൂ ചെയ്യുന്ന ആൾ, അതിൻ്റെ അതോറിറ്റി, പ്രൊസീജിയർ ആൻഡ് ടൈം ഷെഡ്യൂൾ ഫോർ അലോട്ട്മെൻറ്റ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദ കമ്പനി, ഡീറ്റെയിൽസ് ഓഫ് ഡയറക്ടേഴ്സ്, റിപ്പോർട്ട് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ്, പിന്നെ ഏത് രീതിയിലാണ് നമ്മൾ പറഞ്ഞല്ലോ പ്രൊസീജിയർ, ദെൻ അതുപോലെ ഹൗ മെനി നമ്പേഴ്സ് ഓഫ് ഷെയർസ്, ദെൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആക്ച്വലി അവിടെ ഉണ്ടാവുക, നമ്മുടെ പ്രോസ്പെക്ടസിനകത്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും മിസ്സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കായിരിക്കും അതിന് ഉത്തരവാദിത്തം വരിക? പൊതുവേ ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനിക്ക് ഉത്തരവാദിത്തം ഉള്ളതുപോലെ തന്നെ അതിൻ്റെ പ്രൊമോട്ടേഴ്സിനും ഡയറക്ടേഴ്സിനും ഈ ഒരു പ്രോസ്പെക്ടസിൽ വരുന്ന മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ അതിൽ തെറ്റായ വിവരങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ അതിൽ ലയബിളായിരിക്കും. ദാറ്റ് ഈസ് ഡയറക്ടറും, അതേപോലെ ആരാണോ ആ സമയത്ത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡയറക്ടറായിട്ട് ഇരിക്കുന്നത് അയാൾ അതിൽ ലയബിളായിരിക്കും. പിന്നെ CEO ഉണ്ടാവും, CEO ലയബിളായിരിക്കും, പ്രൊമോട്ടർ ലയബിളായിരിക്കും. അങ്ങനെ ഈ പറയുന്ന പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന ഏതെങ്കിലും ഏജൻസി മുഖേനയാണെങ്കിൽ അവർ ലയബിളായിരിക്കും. അങ്ങനെ കുറേ ആൾക്കാർ ഇതിൽ ലയബിലിറ്റീസ് ബിയർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ.